മോളോ? അമ്മേ സുഖാണോ മോളെ? ആ അമ്മേ സുഖമായിട്ടിരിക്കുന്നു. കിച്ചുട്ട അകത്തുണ്ട്, പോയി കണ്ട. ഇതെങ്ങനെ വിട്ടാ പറ്റൂല. മിന്നു എന്താ വന്നേ? എനിക്കെന്താ വരാൻ പറ്റില്ല? വരാനൊക്കെ പറ്റും. ഇപ്പം ഇങ്ങനെ വേദനയൊക്കെ കുറവുണ്ടോ? കുറച്ച്. മിന്നു, നീ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് വരുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇനി നീ എന്നെ കാണാൻ വരരുത്. നിനക്ക് വിഷമാവെന്ന് എനിക്കറിയാം, പക്ഷേ നീ എൻ്റെ ഭാഗത്തും കൂടി ചിന്തിച്ച് നോക്കണം മീനു. മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കാൻ മാത്രം നല്ല ഓർമ്മകൾ നീ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതും മതി മീനു എനിക്ക്. കണ്ടില്ലേ, ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത എന്നെ നീ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് എൻ്റെ ദുരിതങ്ങൾക്കൊപ്പം കൂടുന്നത്? നീ എന്നെ മറന്നേക്ക് പിന്നെ. നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. നീ വേണ്ട. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ കൂടി ഒരു ഭർത്തരടങ്ങിച്ചു. എൻ്റെ അവസാന ശ്വാസം വരാതെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ കിച്ചുവിൻ്റെ പേരോ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല പ്രണയിച്ചു തുടങ്ങിയത്. അതൊന്നും എനിക്ക് വേണ്ടതാരും. കിച്ചുവിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എന്നെ കൂടെ കൂട്ടിയാൽ മാത്രം മതി. അത് മാത്രം നിഷേധിക്കരുത്. അവളിങ്ങോട്ട് വരട്ടെ. അവൾക്ക് പ്രേമിക്കണേ 1.5 കാലം ഇട്ടിട്ടുള്ളൂ. എനിക്കിന്നെ ടൗണിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റും അച്ഛാ? നമ്മുടെ കുടുംബത്തിന് സംബന്ധാലായിക്കൾ എന്ത് യോഗ്യത അവനുള്ള? ഞാനിനി മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ നോക്കും? നിങ്ങൾ അവളെ വഴക്കൊന്നും പറയണ്ട, ഞാൻ ചോദിച്ചോളൂ കേട്ടോ. വേണ്ട, ഇത്രയും കാലം നീ ചോദിച്ചു വഷളാക്കിയില്ല അവളെ. ഇനി ഞാൻ ചോദിച്ചോളാം. ഒരു മോളല്ലുള്ളൂന്ന് കരുതി മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി അയച്ചു കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഇപ്പൊ ഓൾക്ക് തോന്നിയപ്പോൾ നടക്കുക. ആ വരണണ്ടാ, ഇങ്ങോട്ട് വരട്ടെ. വരട്ടെ കണ്ട്. ആ വരട്ടെ. എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെയായിരുന്നടി? അച്ഛാ, അത് ബസ് ഒന്ന് കേടായി, അതാ ഞാൻ ഇത്ര വൈകിയേ. എന്നിട്ട് എന്താടി നീ ആ ബസ് നന്നാക്കി കൊടുത്താ? കള്ളം പറയരുത്. എവിടെയായിരുന്നു ഇത്ര നേരം? കോളേജിൽ പോവാണെന്ന് പറഞ്ഞു പോയാൽ കോളേജിൽ പോണം, അല്ലാതെ കണ്ടടത്ത് കയറിറങ്ങി നടക്കല്ലേ വേണ്ടത്. അച്ഛൻ ചോദിച്ചതിന് മറുപടി പറയടി. പറയടി. ശബ്ദം കുറച്ച് സംസാരിക്കും മനുഷ്യ, ആൾക്കാര് കേക്കും. കയറിപ്പോടകത്ത്. പോണു. നീ എവിടെ പോയതടി? നിക്കണേ അവിടെ. ഇന്ന് അതിനെ നീ തല്ലി കൊല്ലു. ഞാൻ ഒന്നുള്ളത് കരുതി അവളൊന്നും ചെയ്യൽ. ഓ ദാഹം മതി. നിന്റെ പഠിപ്പും കോളേജ് പോക്കും. നിന്നെ കാണാൻ അടുത്ത ദിവസം ഒരു കൂട്ടരിവിടെ വരും. ഞാൻ അതങ്ങ് ഉറപ്പിക്കും. എന്താ അമ്മ എന്റെ സമ്മതം ഇല്ലാണ്ട് കല്യാണം ആലോചിക്കുന്നേ? നിന്റെ കാര്യം ഞാനായിട്ട് തീരുമാനിക്കുക. ഞാൻ പറയും, നീ അതനുസരിക്കും. കേട്ടോടി. നിന്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ അവനെ അങ്ങ് മറന്നേക്ക്. കേട്ടോടി. കേറിക്കെടുക്കാൻ മാന്യമായ ഒരു കൂരയോ അന്തസ്സില്ലാത്തൊരു മുറിക്കാലിനെ കയറി പ്രേമിച്ചിരിക്കുന്നവള്. അവന്റെ എന്ത് കണ്ടിട്ടാണ് നീ പ്രേമിച്ചത്? ഒന്ന് പതുക്കെ പറയും മനുഷ്യ, ആൾക്കാര് കേക്കും. എന്ത് പതുക്കെ? അമ്മ സംസാരിക്കണ്ട, അച്ഛൻ സംസാരിക്കട്ടെ. നമ്മുടെ നിലയ്ക്ക് വിലയ്ക്കുള്ള ഒരാളെയാണ് നീ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കെട്ടിച്ചെന്നെ. ഇതിപ്പോ അവനൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റുമോ? എവിടെ? വെറുതെ. ഇനിയെങ്ങാനും നീ ആ 1.5 കാലിനെ കാണാൻ പോയിന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നുകളയും നിന്നെ. അച്ഛൻ പറയുന്ന സമ്പത്തോ കുടുംബമഹിമയൊന്നും കിച്ചുവിനില്ലായിരിക്കാം, പക്ഷെ ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ കിച്ചുവിനെ സ്നേഹിച്ചത്. ധിക്കാരം പറയുന്നു. എടി, നീ എങ്ങനെ കിടന്ന് പിടച്ചാലും നിന്നെ ആരെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? മോളെ, അച്ഛൻ നിന്നെ നല്ലതിന് വേണ്ടിയല്ലേ പറയണേ. അവനെ കെട്ടിയ നിന്റെ ഭാവിയാ തൊലഞ്ഞു പോകുന്നത്. തോലട്ടെ.
ജീവനുള്ളിടത്തോളം കാലം കിച്ചുവിനെ ഞാൻ സ്നേഹിക്കുള്ളൂ. നിന്റെ ഈ അഹങ്കാരം ഉണ്ടാക്കിയ തന്തയോടും തള്ളയോടും വേണ്ടാട്ടാ. ഒറ്റ മോളല്ലുള്ളൂന്ന് കരുതി കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കി. അതാണ്ടായത്. ഇപ്പൊ തൃപ്തിയായില്ലോ എനിക്ക്. നോക്ക്, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ആ ചക്കനുമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ